വൈക്കം വിജയലക്ഷ്മി തുടരെ തുടരെ എന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. ഇന്നിപ്പോൾ ഒരു ഇന്ത്യയിലെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ എനിക്ക് പറയണമെന്ന് തോന്നി. വർഷം 2013 ഞാൻ കൊച്ചി റെഡ് എഫ് എമ്മിൽ RJ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് RJ മിഥുനോടൊപ്പം എന്നും വൈകിട്ട് റെഡ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. പ്രോഗ്രാം തുടങ്ങിയ ആദ്യ കോൾ തന്നെ എന്നും വിളിക്കുന്നത് ഒരു വൈക്കം വിജയലക്ഷ്മിയാണ്. ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് കേൾക്കാം ഒരു യുണീക്ക് വോയിസ്, വൈക്കം വിജയലക്ഷ്മിയാണ് എന്ന്. എന്നും ഓരോ പാട്ട് ചോദിക്കും, നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കും. പക്ഷേ നമുക്ക് മുകളിൽ നിന്നുള്ള പ്രോഗ്രാമിംഗ് ഹെഡിൻ്റെ ഒരു ഓർഡറുണ്ട്, സ്ഥിരം കോളേഴ്സ് പാടില്ല. അങ്ങനെ ആ ഒരു നിബന്ധന ഉള്ളതുകൊണ്ട് പിന്നീട് വൈക്കം വിജയലക്ഷ്മിയാണ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പതുക്കെ കോള് കട്ടാക്കും. അതങ്ങനെ സ്ഥിരമാവും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു RJ പറഞ്ഞറിഞ്ഞു ഇവർക്ക് കണ്ണ് കാണില്ല, ബ്ലൈൻഡ് ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ് കോർണറായി. അപ്പോൾ റേഡിയോ ആണ് അവരുടെ ഏക എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അത് മനസ്സിലായപ്പോൾ എന്നാൽ പിന്നെ ഇനി എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 7 ദിവസം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 3 ദിവസം കൂടുമ്പോൾ വൈക്കം വിജയലക്ഷ്മിയുടെ കോൾ എടുക്കും. ഇനി എടുത്തില്ലെങ്കിൽ തന്നെ കട്ട് ചെയ്താൽ തന്നെ അവർ ചോദിച്ച പാട്ട് ഏതാണെന്ന് കേട്ടിട്ട് അത് പ്ലേ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരിക്കൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ കോൾ വിളിച്ച സമയത്ത് ഞാനത് അറ്റൻഡ് ചെയ്തു. വൈക്കം വിജയലക്ഷ്മിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇന്ന് ഏതാണ് പാട്ട് വേണ്ടത്? അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, ഇന്ന് എനിക്ക് വേണ്ടത് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പൃഥ്വിരാജ് കമൽ സാർ മൂവിയിലെ പാട്ടാണ്, അത് ഞാൻ പാടിയതാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഞെട്ടലുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ പാടിയെന്ന് പറയുമ്പോൾ ഞാനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, ഇന്ന് എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്ത് തന്നെ അത് റിലീസായിട്ടുണ്ട്. നമ്മൾ വേഗം വിക്കിപീഡിയ തപ്പിയപ്പോൾ അതിൽ വൈക്കം വിജയലക്ഷ്മി എന്ന് കൊടുത്തിരിക്കുന്നു. അതൊരു ഞെട്ടലായിരുന്നു. പിറ്റേന്ന് ആ കോളിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം ആ കോൾ വന്ന വഴി നമ്മൾ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് വൈക്കം വിജയലക്ഷ്മിയോട് പറഞ്ഞു, നാളെ ഒന്ന് സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് ഷോയിൽ വരുമോ. വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഷാഫി ചേട്ടൻ്റെയും നിതിൻ ചേട്ടൻ്റെ ഷോയിൽ ഞാൻ ഗസ്റ്റോ എന്ന് ചോദിച്ചു. പിറ്റേന്ന് അങ്ങനെ വൈകുന്നേരത്തെ ഞങ്ങളുടെ റെഡ് ഓൺ ഡിമാൻഡ് ഷോയിൽ വൈക്കം വിജയലക്ഷ്മി വന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചിട്ട് അവർ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള എല്ലാ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി. നമ്മൾ ഒഴിവാക്കിയ ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വലിയൊരാളായി നിൽക്കും. അങ്ങനെ അന്ന് ആ ഇൻ്റർവ്യൂവിൽ വളരെ മനോഹരമായിട്ട് സംസാരിച്ച് കുറേ പാട്ടുകൾ പാടി. ചുരുക്കത്തിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ എടുത്ത ആളാണ് ഞാനും നീറ്റും. പിന്നീട് ഒരുപാട് പാട്ടുകൾ നമ്മൾ പല ഭാഷകളിലായിട്ട് വിജയലക്ഷ്മിയുടെ കേട്ടു, കൈയടിച്ചു, എന്താ പറയുക, സ്റ്റണ്ടായിരുന്നിട്ടുണ്ട് ചില പാട്ടുകൾ കേട്ടിട്ട്. ഒടുവിൽ അർഹിച്ചൊരു അംഗീകാരം. വൈക്കത്ത് നിന്നും ഈ റേഡിയോ കേട്ടിരുന്ന പാട്ട് പഠിച്ച ഒരാൾ ഇപ്പോൾ ദേശീയ ലെവലിൽ അറിയപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒപ്പം തന്നെ വീണ്ടും ഒരു ക്ഷമാപണം കൂടി, ഒരുപാട് കോഴ്സ് അറിയാതെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്.